അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ധാരാളം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഈ മഴ എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ അപാരമായ നിഅമത്താണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ, നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റിത്തരും. കാരണം മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ മഴക്കാലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മഴ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഈ മലയാള നാടിനെ മനോഹരമാക്കുന്നതും നമ്മുടെ മണ്ണിൽ പുല്ല് വിളയിപ്പിക്കുന്നതുമൊക്കെ മഴ കാരണമാണ്. നമ്മുടെ മണ്ണിനെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും കുളിരണിയിച്ചെത്തുന്ന ഒരു 6 മാസ കാലയളവുള്ള നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില ആളുകൾക്ക് മഴ പെയ്യുന്ന സമയത്ത് അവർ മഴയെ കുറ്റം പറയും, ചീത്ത വിളിക്കും. വല്ലാത്തൊരു മഴ, ഇന്ന് മഴ പെയ്തതുകൊണ്ട് എൻ്റെ ജോലിയൊന്നും നടന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല, എൻ്റെ യാത്രയെല്ലാം മുടങ്ങിപ്പോയി, എൻ്റെ കൃഷി നശിച്ചു പോയി, എൻ്റെ വീട് തകർന്നു പോയി, മഴ പെയ്തതുകൊണ്ട് എൻ്റെ വസ്ത്രത്തിൽ അഴുക്കായി. ഇങ്ങനെ തുടങ്ങിയ മഴ പെയ്യുന്ന സമയത്ത് ചില ആളുകളുണ്ട് മഴയെ ചീത്ത വിളിക്കുന്ന ആളുകൾ. എന്ത് മഴയാണ് ഇത്? ഒരു ദുഷിച്ച മഴ. എന്തിനാണ് റബ്ബേ മഴ വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കുന്നത്, വേദനിപ്പിക്കുന്നത്? ഒരു ദുഷിച്ച മഴ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ മഴയെ കുറ്റം പറയുന്ന, ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് മഴ പെയ്യുന്ന സമയത്ത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയരുത്. കാരണം ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് അതിശക്തമായ മഴ പെയ്തു. പെടുന്നനെ അതിശക്തമായ മഴ പെയ്തു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ, ഈ മഴ പെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ മുഅ്മിനായി, എന്നാൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി, അവരുടെ ഈമാൻ കുറഞ്ഞുപോയി. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, മഴ പെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മുഅ്മിനാകുന്നത്? മാത്രമല്ല, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുറച്ച് വിഭാഗം ആളുകൾ മഴ പെയ്ത സമയത്ത് അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് മഴ വർഷിച്ചു കിട്ടി, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് വിഭാഗം ആളുകൾ മഴയെ ചീത്ത വിളിച്ചു. എന്തിനാണ് ഇപ്പോൾ ദുഷിച്ച മഴ പെയ്തത്? മഴ പെയ്തത് കൊണ്ട് എത്ര നാശനഷ്ടങ്ങളാണ് ഞങ്ങൾക്കുണ്ടായത്, ഒരു ദുഷിച്ച മഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഴയെ കുറ്റം പറഞ്ഞു ചില ആളുകൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഈമാൻ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഴ പെയ്യുന്ന സമയത്ത് മഴയെ നമ്മൾ കുറ്റം പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ നമ്മുടെ ഈമാൻ വരെ നഷ്ടമാകും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മഴ എന്നുള്ളത് ആരും നിസ്സാരമായി കാണരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് അത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വെള്ളം വേണം. നമുക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ മഴ വേണം. മാത്രമല്ല
ഈ ഭൂമിയിലെ പച്ചപ്പ്, ഫലപുഷ്ടിയും, കൃഷിയില്ലെങ്കിൽ നമുക്ക് 4 നേരവും ആഹാരം കഴിക്കാൻ സാധിക്കില്ല. ഇതിനൊക്കെയും മഴ പെയ്യൽ അത്യാവശ്യമാണ്. മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം അതിൻ്റെ നിലനിൽപ്പിന് മഴ നിർബന്ധമാണ്. എന്നാൽ കനത്ത മഴ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മഴ നാം എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒന്നാണ്. നമ്മുടെയൊക്കെ വീട്ടിലിരുന്ന് മഴ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് തിമിർത്ത് പെയ്യുന്ന അതിശക്തമായ മഴ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ കാറ്റും മഴയും, കാറ്റിൻ്റെ കൂടെ ഓടി വന്ന് തിമിർത്ത് പെയ്യുന്ന മഴ കാണാൻ നല്ല രസമാണ്. അതുപോലെ ഇടമഴ, തുലാമാസത്തിലൊക്കെ ഇടിയും മിന്നലും കൂട്ടായി വരുന്ന അതിശക്തമായ കനത്ത മഴ, ഇത് കാണാൻ രസമാണെങ്കിലും ചിലപ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അധിക ആളുകളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അത് നല്ലതാണ്, കാരണം ഇടിമിന്നലേറ്റാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടമായേക്കാം. പ്രത്യേകിച്ച് ആ സമയത്ത് നിങ്ങൾ ഇരുമ്പൊന്നും പിടിച്ചു നിൽക്കരുത്. ഇരുമ്പൊക്കെ പിടിച്ചു നിന്നാൽ നമുക്ക് പെട്ടെന്ന് മിന്നലേൽക്കാൻ അത് കാരണമാകും. ഇടവപ്പാതി കാലത്തൊക്കെ ഇരമ്പിൽ നിന്ന് നിർത്താതെ പെയ്യുന്ന മഴ, ഇതൊക്കെയും കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇങ്ങനെ ഒരുപാട് രീതിയിലാണ് നമുക്ക് 6 മാസം മഴ വർഷിക്കുന്നത്. മഴക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലുള്ള കിണർ, അരുവി, തോട്, പുഴ ഇതൊക്കെയും നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ വയലിലൊക്കെ നല്ലതുപോലെ വെള്ളം ഉയർന്നു പൊങ്ങും. കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ആ സമയത്തൊക്കെ വയലിലൊക്കെ മഴ പെയ്യുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. മാത്രമല്ല നമുക്ക് രാത്രി സമയം അന്തി ഉറങ്ങാനൊക്കെ നല്ലൊരു പ്രത്യേക ഒരു സുഖമുണ്ടാകും. മാത്രമല്ല മഴക്കാലത്ത് നമ്മുടെ പറമ്പിലും പ്രദേശങ്ങളിലുമെല്ലാം പുല്ലുകളും ചെടികളുമെല്ലാം മുളച്ചു തുടങ്ങും. ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി എന്ന് കരുതിയ ചില മരങ്ങളൊക്കെ തളിർത്തു തുടങ്ങും. ഇങ്ങനെ മഴക്കാലത്ത് നമ്മുടെ പ്രകൃതി കാണാൻ തന്നെ വലിയ ഭംഗിയായിരിക്കും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പലരും കരുതുന്നുണ്ടാകും. ഞാൻ ഇത് പറഞ്ഞത്, ഇതൊക്കെയും നമ്മുടെ ഈ ഭൂമി ലോകത്ത് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഈ അപാരമായ വലിയ അനുഗ്രഹമായ മഴ ഇവിടെ വർഷിക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും നമുക്ക് നിറവേറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുക? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നസ്ർ, ഈ സൂറത്തുൻ നസ്ർ നിങ്ങൾ 1 പ്രാവശ്യം ഓതുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഒരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ഒരു 33 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്തും ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ചൊല്ലിയാലും മതി. ഏത് സ്വലാത്തായാലും അത് നിങ്ങൾ ഒരു 100 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ഇൻഷാ അല്ലാഹ് ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു തആല തട്ടിക്കളയില്ല. കാരണം നമ്മൾ മഴ പെയ്യുന്ന സമയത്താണ് ഈ കാര്യം ചെയ്യുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുമാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടൊക്കെ ദുആ ചെയ്താൽ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടും അതുപോലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടൊക്കെ നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും ദുആക്ക് ഇജാബത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു ദുആ സ്വീകരിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ മറക്കാതെ ഈ കാര്യം ഇന്ന് തന്നെ ചെയ്യുക. സൂറത്തുൻ നസ്ർ,
സൂറത്ത് നസ്റിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സൂറത്ത് നസ്ർ നമ്മൾ 1000 പ്രാവശ്യം ഓതിക്കൊണ്ട് അതിനുശേഷം 1000 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ അന്ന് തന്നെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. 1000 സൂറത്ത് നസ്ർ ഓതുക, അതിനുശേഷം 1000 സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ അന്തി ഉറങ്ങിയാൽ അന്നത്തെ രാത്രി നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണും. ഇനി അന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തരും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ആളുകൾക്ക് ഇത് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ഈ മഴക്കാലമായ ഈ കാലത്ത് നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരട്ടെ. ഇഹലോകത്തും പരലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ഖബറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷവും ആനന്ദവും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർ. അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. നമ്മുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.